ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റ് മീൻസ് ഞാൻ ഇന്നലെ ഉറങ്ങിയത് തന്നെ 2 മണി 2:30 തോന്നും. ആ ഒരു ടൈമായിട്ടാണ് ഞാൻ ഉറങ്ങിയത്. എന്നിട്ട് പിന്നെ എന്താ പറയുക, എൻ്റെ സൗണ്ട് ഏകദേശം തീരുമാനമായി. ഇങ്ങനെ രാത്രി കുറച്ച് തണുപ്പൊക്കെ എടുക്കുമ്പോഴത്തേനും എൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ നമ്മളെ രാവിലെ എന്തായാലും കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ നേരത്തെ അല്ല, ഒരു 7 മണി ആ ഒരു ടൈമായപ്പോൾ. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കര എൻ്റെ ബാക്കിൽ തമ്പല കണ്ടുമ്പല അടിപൊളി മല കേട്ടോ. ഇനിയിപ്പം അവരാരും എണീച്ചില്ല. മേഘവും മുന്നൊന്നും എണീച്ചില്ല, ഞാൻ മാത്രമേ എണീച്ചില്ല. ഞാൻ പിന്നെ രാവിലെ എന്തായാലും വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എണീറ്റതല്ലേ. ഇപ്പോഴേ ഞാനും എണീക്കില്ലായിരുന്നു. പക്ഷെ രാവിലെ അല്ലേ നമുക്ക് എന്താ പറയുക ബ്യൂട്ടി കിട്ടുള്ളൂ. അതുകൊണ്ട് രാവിലെ എണീറ്റതായിരുന്നു. രാത്രി ഫുള്ളും നല്ല തണുപ്പായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ ഇങ്ങനെ ഇല്ല ഉറങ്ങൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏകദേശം എന്തായപ്പോഴത്തേനും ടൈം പോയി എന്നാ പറയുന്നത്. തണുക്കാൻ തുടങ്ങി, നല്ല കാറ്റ്. എനിക്ക് പിന്നെ പേടിയായി പോയി. ഇത് വല്ല പൊട്ടി താഴത്തേക്ക് വിടക്കും. നമ്മളെ മറ്റേ വയനാട്ടിലെ സാധനമില്ല, അതെല്ലാം പൊട്ടി വന്ന പോലെ ഇതെങ്കിൽ വന്നേക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കാണുന്ന പോലെയല്ലേ എന്താ പറയുക ഇതേപോലെയുള്ള സംഭവം നമ്മുടെ മുന്നിൽ ഞാൻ കാണിച്ചു തരാം. ആ സാധനം കണ്ടോ, അതിൻ്റെ നടുക്ക് ഇതേപോലെ നമ്മുടെ വയനാട്ടിലെ സംഭവം പോലെയുള്ള ഇതെല്ലാം അത് കാണും. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇതുപോലെയല്ലേ അവരെല്ലാം രാത്രി ഉറങ്ങിയ ആൾക്കാരല്ലേ, അപ്പോഴത്തേനും വിളിച്ചു പോയതല്ലേ എന്നെല്ലാം വിചാരിച്ചു. എന്താ പറയുക, അതിൻ്റെ മുകളിലാട്ടോ പൈതൽ മല എന്ന് പറയുന്ന സംഭവം. ഇതന്നെ പൈതൽ മല. അപ്പോൾ ഞാൻ പണ്ട് വില്ലേജ് എൻ്റെ പ്രകാരം വന്നതായിരുന്നു. പണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ 7-ലോ 8-ലോ പഠിക്കുമ്പോൾ വന്നതായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ടേ ഇല്ല. പിന്നെ ഞാൻ പൈതൽ മലക്ക് കയറിയിട്ടേ ഇല്ല സംഭവം. പിന്നെ ഇപ്പം വരുന്നത്. ഇന്ന് നമ്മൾ പൈതൽ മലയിൽ കയറുമെന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. എനിക്ക് ഒരുപാട് നടക്കാനുള്ളതുകൊണ്ട് ശിവനും കണ്ണനെയും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടെ അടുത്തിടെ ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കാരണം കണ്ണുക്ക് ഇങ്ങനെ കാടും ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവന് വെള്ളച്ചാട്ടം കാണിച്ചു കൊടുക്കണം. പക്ഷേ ഇവർ വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ മര്യാദയ്ക്ക് വരില്ല. അത് ഏറ്റവും വലിയ കഷ്ടം. അപ്പോൾ നമുക്കിനി പിന്നെ ഫുഡ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് അവർ പുറത്തുനിന്ന് മേടിച്ചു തരും കേട്ടോ ചെയ്തത്. കാരണം അവരെ സെറ്റപ്പും കാര്യങ്ങളൊന്നും അങ്ങനെ ഓക്കെ ആയില്ല. പിന്നെ ഞാൻ വന്നപ്പോൾ എന്തിട്ട് ഈ ഒരു ഊഞ്ഞാലിലായിരുന്നു ഇങ്ങനെ ഇടുന്ന് എണീച്ചിട്ടില്ല. നല്ല സുഖമുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു പരിപാടി. സത്യം പറയാലോ ഗൈസ്, എൻ്റെ സൗണ്ടില്ല. ഇനി എൻ്റെ സൗണ്ടെല്ലാം വന്നിട്ടാകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടോ. ബൈ. ഇത് ഇവിടുത്തെ മോർണിംഗ് വൈബായിട്ടോ. നോക്കുന്നത് രസമല്ലേ, കിളീൻ്റെ ചെറിയ സൗണ്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ വിചാരിച്ചത് രാവിലെ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്ന സംഭവമില്ലേ, അത് കാണണം എന്ന് വിചാരിച്ചിട്ട് അത് വന്നത്. പക്ഷേ ഞാൻ ലേറ്റായിപ്പോയി. പക്ഷേ എന്തൊരു രസമല്ലേ. ഈടിയായിട്ടൊരു കുഞ്ഞു വീടും എടുത്ത് എന്താ പറയുക പച്ചക്കറിയെല്ലാം നട്ട് ഇങ്ങനെ ജീവിക്കണം. എന്ത് സുഖമായിരിക്കും. വെറുതെ ഒരാഗ്രഹം. പക്ഷേങ്കിലേ ഇങ്ങോട്ടേക്ക് ജീവിക്കാൻ ഭയങ്കര സുഖമായിട്ടാ. ഒരൊച്ചയുമില്ല, ഒന്നുമില്ല, സമാധാനം മാത്രം. നമ്മളെ ഭയങ്കര ടെൻഷനെല്ലാമായി നിൽക്കുന്ന സമയത്തെല്ലാം ഇടയിലെല്ലാം വന്ന് നിന്നാലുണ്ടല്ലോ, ടെൻഷൻ ഇങ്ങനെ പമ്പ അടക്കും. ഒരൊറ്റ പോക്കായിരിക്കും. ടെൻഷനും ഉണ്ടാവല്ലോ, ഒരു കുന്തും ഉണ്ടാവല്ലോ. നല്ല സുഖമായിരിക്കും കേട്ടോ. നിങ്ങൾ ഇടയ്ക്കലിങ്ങനെ വന്ന് നിൽക്കണില്ലേ, നമ്മളൊന്നും ഇങ്ങനെ പോകാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓരോ ടെൻഷനെല്ലാം അടിക്കും. ഞാൻ അഭിയേട്ടൻ വന്നാൽ മാത്രമേ ഞാൻ പിന്നെയും പോക്കില്ലേ. അല്ലാണ്ട് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നതല്ലാണ്ട് ഇങ്ങനെ പോക്ക് കുറവാ. ഞാൻ പറഞ്ഞില്ലേ പൈതൽ മലയിൽ ഞാൻ പണ്ടപ്പോൾ പോയതാ. പാലക്കയം തൊട്ടൊക്കെ പിന്നെയും 2-3 വട്ടം പോയിട്ടുണ്ട്. പക്ഷെ പൈതൽ മലയിൽ നമ്മൾ വന്നിട്ടേ ഇല്ല.
നോക്ക് സൂര്യനെ തന്നെ നോക്ക്, എന്ത് രസമല്ലേ. അത് അവർ നിൽക്കുന്ന ചെറിയൊരു വീടാട്ടോ. ആ വീട് ഇതിലും രസമാട്ടോ. എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടമായത് ആ വീട്. നല്ല രസമുണ്ടാവുമായിരുന്നതിൽ. പിന്നെ ഇവർ രാവിലെ തന്നെ കളിയൊക്കെ തുടങ്ങിയിട്ടാ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേനും ആടെയുള്ള ഏട്ടൻ ഇങ്ങനെ പെയിൻ്റ് അടിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, പെയിൻ്റ് അടിക്കട്ടെ, ഞാൻ പെയിൻ്റ് അടിച്ചിട്ടേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആ പെയിൻ്റ് അടിച്ച് തന്നോന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ അറിയെങ്കിൽ ഡിസൈൻ ചെയ്തോന്ന് പറഞ്ഞു. നമുക്കെന്നെ അത് കേട്ടാൽ പിന്നെ സന്തോഷമാണെന്നല്ല, എന്തായാലും വേണ്ടിയില്ല, എവിടെയാന്ന് എന്നാന്ന് ഇതിൽ രീതിയിലായിരുന്നു ഓടിയത്. അപ്പോൾ അവർ പറഞ്ഞു ആ ചുമര ഏത് ചുമരിൽ വേണമെങ്കിൽ വരച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും മാഗും പൊന്നൊക്കെ കൂടി കുത്തിയിരുന്ന് വരക്കലായിരുന്നു. എനിക്ക് ഈ വരക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം. അത് നമ്മളിത് ഫ്രീ അങ്ങനെ പൈസ ഇതാക്കിയിട്ടോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പണിക്ക് പോയത്. അല്ല കേട്ടാ, ഇത് ഞാൻ അവരോട് പറഞ്ഞതായിരുന്നു ഞാൻ വരച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വരച്ചു കൊടുത്തതാണ്. അല്ലാണ്ട് അങ്ങനെ പണിക്ക് പോയതൊന്നും. ഇതൊരു രസമല്ലേ, നമുക്ക് ഒരു ടൈം പാസ്, ഭയങ്കര സന്തോഷം തരും ഈ ഒരു ഇത് ചെയ്യുമ്പോഴെല്ലാം. എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് വീട്ടിൽ ചുമരിൽ ഏകദേശം തീരുമാനമായില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ ഇത് കിട്ടിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി. പക്ഷേ എന്താ പറയുക, വയ്യ വയ്യ നമുക്ക് മടുപ്പായി പോയി കേട്ടോ. ഒരേ വരക്കലായതുകൊണ്ട് വയ്യ വയ്യ മടുത്തു പോയി. പിന്നെ മറ്റേ കുപ്പിന്ന് വന്ന ഭൂതത്തിനെ പോലെ ഇവർ ഓരോരോ പണിയെങ്കിൽ ഏൽപ്പിക്കലായിരുന്നു. ഇവിടെ വരച്ചു തരുമോ, അവിടെ വരച്ചു തരുമോ, ഇത് ചെയ്തു തരുമോ, അത് ചെയ്തു തരുമോ. പിന്നെ നമുക്കിതൊക്കെ ഒരു ഹാപ്പിനെസ് ആയതുകൊണ്ട് നമ്മൾ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക ഒറ്റ ദിവസത്തേക്ക് പോയാൽ നമ്മൾ പിറ്റേന്നും കൂടി നിന്നിട്ടാണ് പോയത്. പക്ഷെ ഇവർ അത് നമ്മളോട് പറഞ്ഞു നാളെയും കൂടി നിന്നിട്ട് പോവാമെന്നു. പിന്നെ പൊന്നുക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് പൊന്നുവിനെ നമ്മൾ വൈകുന്നേരം ബസ് സീറ്റ് വിടുകയത്. അത് ഞാനും മാഗും കൂടി അന്നിട്ട് നിന്നിട്ടുണ്ടായത്. പിറ്റേന്ന് എൻ്റെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളും നമ്മളെല്ലാവരും കൂടിയിട്ട് ചില്ല് ചെയ്ത് അന്ന് ഫുള്ളും നമ്മൾ ഈ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പെയിൻ്റ് അടിച്ചപ്പോഴത്തേന് ഭയങ്കര രസമായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അത് അത്ര വലിയ രസം ഉണ്ടാവുന്നില്ല, വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് തന്നെ സ്വയം ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇതായി. നമുക്ക് ഭയങ്കര നമ്മൾ ചെയ്തു എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കർണാടകയിലുള്ള കേട്ടോ. നിങ്ങൾക്ക് ബോർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ആനയൊക്കെ വരുന്നതായിട്ട് മറ്റേ ഷോക്ക് അടിക്കുന്ന സംഭവം അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഡേഞ്ചറായിരുന്നു. പക്ഷേ എത്തിയപ്പോഴത്തേനും അടിപൊളി ഒരു സ്ഥലം കണ്ടു, നല്ല രസമുണ്ടായിരുന്നു അത്. സംഭവം നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. എൻ്റെ 2 മക്കളും പേടിച്ചിട്ട് ഇറങ്ങിയതേ ഇല്ല. ശിവൊക്കെ നല്ല കരച്ചിലായിരുന്നു. പക്ഷെ എനിക്ക് വെള്ളത്തിൽ കളിക്കണമെന്ന് ഭയങ്കര ഇതിലായിരുന്നു. പിന്നെ ഒരു മടിയും ചമ്മലൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇറങ്ങി അവിടെ നിന്നത് മാത്രമേ ഉള്ളൂ. മേഘം അതുപോലെ തന്നെയായിരുന്നു കേട്ടോ, ജസ്റ്റ് ഇറങ്ങി നിന്നത്. ശിവു അബ്ദുമായിട്ട് ഭയങ്കര കമ്പനി ആയിട്ടോ. ഫുൾ ടൈം അബ്ദുവിൻ്റെ കൂടെയായിരുന്നു. പക്ഷേങ്കിൽ ഓന് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കൈക്ക് ഓൻ ഓപ്പറേഷൻ ചെയ്തതുകൊണ്ടാണ് ഓന് തരിപ്പൊക്കെ വന്ന് കൈവേദനയായിട്ട് ഇവനെ എടുക്കാൻ പറ്റാണ്ടായി. പിന്നെ ഇവൻ വെറും ലഹളയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു എന്താ പറയുക അവിടെ തന്നെയുള്ളൊരു സ്ഥലത്തേക്കാണ് പോയത്, വഞ്ചിയം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. പഴയ ഒരു എന്താ പറയുക ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പിള്ളേർക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതായിരുന്നു. പക്ഷേ ഈ ഷോപ്പ് കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഇതായിട്ട് നമ്മൾ നേരെ അവിടത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ അവിടുത്തെ ഏച്ചിയാണ് പറഞ്ഞത് ഇവിടെ മിൽമപ്പാലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് പാലും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഇതാക്കാറാണ് എന്നെല്ലാം പറഞ്ഞു. ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇതായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ തന്നെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയല കണ്ണപ്പനെല്ലാം ഇത് അതിൻ്റെ ഉള്ളിലായിരുന്നു. ആ ചേച്ചി നല്ല ഇതായിരുന്നു കേട്ടോ.
പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നൗഫലൊക്കെ നമുക്ക് വേണ്ടിയിട്ട് മാഗി ഉണ്ടാക്കി തന്നു. പിള്ളേർക്ക് മാഗി ഇഷ്ടമാകുന്നുണ്ട് മാഗിയൊക്കെ ഉണ്ടാക്കിയത്. മാഗിയൊക്കെ പണിയെടുക്കുന്നുണ്ടോ. പിന്നെ അവർ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഷെക്കിയും നൗഫലക്കൊക്കെ ആയിട്ടാ ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ നൗഫലക്ക് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് പറയണം. നൗഫലക്ക ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ബിരിയാണി കഴിച്ചു. പിന്നെ വേറെ കപ്പിൾസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഇന്നലെ ആരും ഉണ്ടായില്ലല്ലോ. ഇന്ന് എല്ലാവരും ഉണ്ടാകുമ്പം കുറച്ചും കൂടി രസമുണ്ട്. ഇന്നലത്തേനിങ്ങായിട്ട് രസമുണ്ട്. പിന്നെ നമ്മൾ രാത്രി മൊത്തമായിട്ട് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ പെയിൻ്റ് അടിച്ചു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പെയിൻ്റ് അടിക്കുക തന്നെ ചെയ്തു. അത് കംപ്ലീറ്റ് ആക്കണമല്ലോ. അപ്പോൾ അത് കുറേ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ രാവിലെ എണീച്ചിട്ട് നമുക്ക് അവരുടെ സ്ഥലമുണ്ട് കുറച്ച്. അപ്പം പറഞ്ഞു നിങ്ങൾക്ക് നമ്മളെ സ്ഥലം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവരുടെ സ്ഥലത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോയി. ഇത് അബ്ദു മറ്റേ ഇതൊക്കെ ഏലക്കായൊക്കെ കാണിച്ചു തരുന്നതായിരുന്നു. അങ്ങനെ അവരെ ഇത് കണ്ട് ഈ വെള്ളത്തിൽ നിന്നാണ് ഇവരെ താഴത്തേക്കൊക്കെയുള്ള വെള്ളം എടുക്കുന്നത്. പക്ഷേ ഈ കാണുന്ന പോലെയുള്ളൂ കേട്ടോ. നല്ല പ്യുവർ വെള്ളമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ എത്രയോ നല്ല വെള്ളമാണ് ആ കാണുന്നത്. കുറച്ച് പൊടി ഇതും വീണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷേ അടിപൊളിയായിരുന്നു. രാവിലെ വല്ലാത്ത വൈബ് കേട്ടോ. ഇത് തൊട്ടപ്പുറത്തുള്ള വീട്. ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. രാവിലെ ഇവിടുന്ന് എണീച്ചൊക്കെ വരുന്ന ഞാൻ വിചാരിക്കും ആ വീട്ടിലൊക്കെ നിന്നവർക്ക് എന്ത് സുഖമായിരിക്കില്ലേ. പിന്നെ അവിടുത്തെ ചെടിയൊക്കെ കാണൂ. എന്തൊരു നമ്മളൊക്കെ നാട്ടിലൊക്കെ കൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരു ഗുണം പിടിക്കില്ല. ഇവിടെയൊക്കെ എന്ത് രസമല്ലേ. ഞാൻ അവിടുന്ന് ആ ചെടിയൊക്കെ കിട്ടണം എന്ന് ഇങ്ങനെ വിചാരിക്കലായിരുന്നു. ആ കാണുന്നതൊക്കെ എൻ്റെ തുണി അലക്കി അറിയിട്ടതാട്ടാ. നമ്മൾ കുറച്ചല്ലേ തുണി എടുത്തിട്ടുള്ളൂ. അപ്പോഴത്തേനും ഇന്നും കൂടി നിൽക്കുമ്പോഴത്തേനും നമുക്ക് ഇവർക്ക് പിള്ളേർക്ക് തുണിയില്ലാണ്ടായി. അപ്പോൾ ഞാനെല്ലാം അലക്കി ആറിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അബ്ദു നമ്മൾ വൈകുന്നേരം വേറൊരു സ്ഥലത്തും കൂടി കൂട്ടിയിട്ട് പോയി. യു ഗൈഡ് പറ ഗൈഡ്. നമ്മൾ നേരെ പോയിട്ട് ചാമ്പക്ക പറിക്കാനായിരുന്നു കേട്ടോ. ചാമ്പക്ക കണ്ടിട്ട് എന്താ പറയുക എൻ്റെ അമ്മേ, ഞാൻ ഇതുവരെ ഇത്രയും ചാമ്പക്ക കണ്ടിട്ടില്ല. പക്ഷെ നമ്മളെ നാട്ടിലെ ചാമ്പക്ക പോലെയേ അല്ല കേട്ടോ ഇത്. ഭയങ്കര ടേസ്റ്റാണ്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അതിൻ്റെ കളറിനെ ഉണ്ട് ഭയങ്കര മാറ്റം. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ആദ്യമൊക്കെ നമ്മളിങ്ങനെ നിലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊറുക്കി തിന്നാൻ തോന്നും. പിന്നെ ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തില്ല. പിന്നെ മാഗു ഇറങ്ങിയിട്ട് പറിക്കാൻ തുടങ്ങി. മാഗു ഇറങ്ങി പറിക്കാൻ തുടങ്ങിയെടുക്കുന്നത് പിന്നെ മാഗു മരത്തിൻ്റെ മുകളിലേക്ക് കയറി തുടങ്ങി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് കയറി തുടങ്ങി. അപ്പോൾ ഓള് പറഞ്ഞു നോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ പറിച്ച്. പിന്നെ എന്നിട്ടും അവിടെ കുറേ ബാക്കിയുണ്ടായിരുന്നു. അത് പിന്നെ നമ്മളെല്ലാവരും വീട്ടിൽ കൊണ്ടുവന്ന് ഉപ്പിലൊക്കെ ഇട്ട് ഓള് ചെന്നൈയിലേക്ക് മുമ്പ് ഓളതെടുത്തിട്ടായിരുന്നു പോയത്. നമ്മൾ പിന്നെ രണ്ടാമത് പോയപ്പോഴത്തേനും ഓള് ഉപ്പിലിട്ടതെല്ലാം ഏകദേശം തീരുമാനമാക്കി കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു റിസോർട്ടിൽ താമസിക്കാൻ പോയ ഒരു ഫീലിംഗ് ഒന്നും ആയിരുന്നില്ല നമുക്കെന്തോ വീട്ടിൽ ആൻറ്റീൻ്റെ വീട്ടിലൊക്കെ നിൽക്കാൻ പോയ ഒരു ഫീലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ചില്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ്.